നാടിൻ്റെ മുക്കിലും മൂലയിലുമെല്ലാം ലഹരി വ്യാപകമാവുകയാണ്. മുമ്പ് കഞ്ചാവായിരുന്നുവെങ്കിൽ ഇന്ന് യുവാക്കളുടെ മനസ്സുകളെ ഹരം പിടിപ്പിക്കുന്നത് MDMA ആണ്. അത് മെത്താഫിറ്റമിനും ആംഫിറ്റമിനും കെറ്റമിനുമായി പല ഗണങ്ങളിലായുണ്ട്. LSDയും LSAയും ബ്രൗൺ ഷുഗറും എല്ലാം അതിൻ്റെ പല ഭാഗങ്ങളിലൊന്നു മാത്രം. നേരത്തെ ഉണ്ടായതുപോലെയല്ല. ഇതിന് അടിമപ്പെടുന്നവർ പിന്നീട് അതിൽ നിന്ന് മോചിതരാകുന്നില്ല എന്നുള്ളതാണ് സമൂഹത്തിനെ ബാധിച്ച ഏറ്റവും വലിയ ദൂഷ്യ വിപത്ത്. അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ആളുകൾ മാത്രമാണ് MDMA പോലെയുള്ള സിന്തറ്റിക് ലഹരികൾക്ക് അടിമയായതിനു ശേഷം പിന്നീട് അതിൽ നിന്നും മോചനം നേടാൻ സാധിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാര്യം തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ അതിൽ നിന്നും മോചിതനായ ഒരാളാണ് എൻ്റെ കൂടെയുള്ളത്. മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള നിസാമിൻ്റെ അനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മളിന്ന് അറിയാൻ പോകുന്നത്. എങ്ങനെയാണ് നിസാം ഇതിലേക്ക് എത്തിപ്പെട്ടതെന്നടക്കമുള്ള കാര്യങ്ങൾ നിസാം റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തുകയാണ്. നിസാം എങ്ങനെയാണ് ഈ MDMA ഉപയോഗിക്കുന്നതിലേക്ക് എത്തിപ്പെടുന്നത്? ഞാനൊരു 22 വയസ്സ് വരെ ഞാനൊരു സിഗരറ്റ് പോലും വലിച്ചിരുന്നില്ല. ഒരു ദിവസം 2021 ലാസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി കോഴിക്കോട് ബീച്ച് വരെ പോയി. നാട്ടിലെ ഫ്രണ്ട്സ് തന്നെ. എനിക്ക് വണ്ടികളെ പരിപാടി എപ്പോഴും ഫ്രീ ടൈം ആയതുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കണം. അന്ന് ബീച്ചിലൊരു ഞായറാഴ്ച പോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു. എനിക്കറിയില്ല MDMA വേറെ സാധനം കണ്ടിട്ടില്ല അത്രയും കാലമായിട്ട്, അന്ന് കണ്ടിട്ടില്ല. അങ്ങനെ ഇവരെന്നോട് പറഞ്ഞ് സമയം ഇത് ചെറിയൊരു സാധനമാണ്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്ക്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ധൈര്യകാരം, ഭയങ്കര കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ക്ലാസ് എടുത്തു തന്നു. അപ്പോൾ എനിക്ക് വേണ്ട എന്ന് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് പിന്നെ ഇതിങ്ങനെ നിർബന്ധിച്ച് ഞാനത് ഉപയോഗിപ്പിച്ച് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ച് ടെസ്റ്റ് എന്നോട് പറഞ്ഞാൽ എന്താ ഇത് അഡിക്ഷൻ ആവുമൊന്നുമില്ല, ഇപ്പോൾ ഒന്ന് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക, എല്ലാ കാര്യം അറിയണത് നല്ലതല്ലേ വെച്ചിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് പിന്നെ അങ്ങനെ അവിടെ നാട്ടിൽ നിന്ന് എന്നോട് പറഞ്ഞ് ഇത് നമ്മൾ തമ്മിൽ 3 ആൾ മാത്രമേ അറിയുള്ളൂ, വേറെ ആരും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ നടന്നു. പിന്നെ നാട്ടിൽ വന്നിട്ട് ഇവരെന്നെ അത് നാട്ടിൽ ഓരോരുത്തർ ഗ്യാങ്ങിലൊക്കെ പറഞ്ഞ് പബ്ലിസിറ്റി ആവാൻ തുടങ്ങി. പിന്നെ അത് ഉപയോഗിക്കൽ പിന്നെ എനിക്കിത് അന്ന് പിന്നെ ഉപയോഗിക്കാൻ തോന്നുകയാണ്. പിന്നെ ഇത് അഡിക്ഷൻ ആവില്ല എന്ന് വെറുതെ പറയുകയാണ്, അഡിക്ഷനായി. ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ചത് ഞാൻ വയനാട് പോയിട്ടത് വാങ്ങി. നാട്ടിലാരും അറിയരുത് എന്നുള്ളതിൽ വയനാട്ടിൽ പോയിട്ടാണ് ഇത് വാങ്ങിക്കുന്നത്. അത് 1500 രൂപയ്ക്ക് 0.5 എന്ന് പറയും, 1500 രൂപ അങ്ങനെ കൂടി. പിന്നെ 1500 3000 എടുക്കണില്ല. പൈസ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ 12500, അത് കഴിഞ്ഞ് 25000 10 ഗ്രാമൊക്കെ എടുക്കൽ തുടങ്ങി. പിന്നെ ഞങ്ങൾ അങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ ഇവൻ കച്ചവടം ചെയ്യുന്നു. പിന്നെ അങ്ങനെ ഇവൻ്റെ അടുത്ത് വരുന്ന കണക്ഷൻ എനിക്ക് ഐറ്റം അങ്ങനെ ഞങ്ങൾ കച്ചവടക്കാരനായി മാറുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യമായിരുന്നു. സെക്കൻഡ് ഘട്ടം എന്ന് പറഞ്ഞാൽ സംശയം വരിക. നമ്മൾ ഉപയോഗിച്ച് എനിക്കിത് പിന്നെ ഇല്ലാതെ എനിക്ക് കഴിയാതായി. കാരണം എനിക്കിത് ഉപയോഗിച്ച് ഇത് നമ്മളൊരു പൈസ കടം വാങ്ങിക്കണ പോലെയാണ് ഇത്. മൂന്നാമത്തെ ഘട്ടം എല്ലാവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കിയിരുന്നതാണ്. ഞാൻ 3ാമത്തെ ഘട്ടത്തിലാണ് സഞ്ചരിച്ചിരുന്നത്, അതിലെത്തിയിരുന്നു. 4ാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും പേടിച്ചിട്ട് നമ്മൾ വീട്ടുകാരെയും എല്ലാവരും നമ്മളാരും ഇപ്പോൾ പിടിക്കുമോ, നമ്മളെ കൊല്ലാൻ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന വീട്ടുകാർക്കും നാട്ടുകാർക്കും ആർക്കും ഇന്നെ വേണ്ട. അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഈ ലാസ്റ്റ് എല്ലാവരും കയറെടുക്കുക അല്ലെങ്കിൽ ബ്ലേഡ് വെക്കുക അല്ലെങ്കിൽ ട്രെയിനിൻ്റെ മുന്നിൽ പോയി നിൽക്കുക, ഒരുപാട് നടക്കുന്നത്. അതങ്ങനെയാണ്. നിസാം ഇതിൻ്റെ കുറേ കാലം വിൽപ്പനക്കാരായിരുന്നല്ലോ. ആരൊക്കെയായിരുന്നു നിസാമിൻ്റെ കസ്റ്റമേഴ്സ്? ആരൊക്കെയായിരുന്നു? അപ്പോൾ കസ്റ്റമർ പറഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള വലിയ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വന്നിട്ടുണ്ട്, നഴ്സുമാർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ പറയുമ്പോൾ ആങ്ങളെയും പെങ്ങളും ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ആങ്ങളെ വന്ന് പിന്നെ ഓനും ഫ്രണ്ടായി ഓരോ കഥകളൊക്കെ പറഞ്ഞു ഓൻ്റെ പെങ്ങളും ഓനും ഒരുമിച്ച് വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് എൻ്റെ കയ്യിൽ ഇതുണ്ടായാലും എവിടെ എനിക്ക് സ്വാഗതം എന്നെ ഓരോരുത്തർ എൻ്റെ വീട്ടിൽ വന്നിട്ട് BMW ഫോർച്യൂണറിലൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് പോകും. എവിടെ നിന്നൊക്കെയാണ് നിസാം വാങ്ങിയിരുന്നത്? എവിടെ നിന്നൊക്കെയാണ്? ഞാൻ ഫസ്റ്റ് ടൈം നമ്മൾ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ നാട്ടിൽ മലപ്പുറം വളാഞ്ചേരി ഭാഗത്തുനിന്നൊന്നും വാങ്ങിക്കില്ല. ഞാൻ കോഴിക്കോട്, എറണാകുളം, പിന്നെ അങ്ങനെ കോഴിക്കോട് എറണാകുളത്ത് നിന്നാണ് മെയിനായിട്ട് ഞാൻ വാങ്ങിച്ചത്. എനിക്കിത് ഇല്ലാതെ പറ്റില്ല. ഇത് ഉപയോഗിക്കണം. ഫസ്റ്റ് ഘടകം കഴിഞ്ഞ് 2ാമത്തെ ഘടകം കഴിഞ്ഞിട്ട് എനിക്കിതിങ്ങനെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് എണീച്ച് നിൽക്കാൻ കഴിയില്ല. കാരണം അത്രയും ദിവസത്തെ ഉറക്കമാണ്. ഇന്നലെ ഉപയോഗിച്ചതിനെക്കാട്ടി ഇന്ന് ഡോസ് കൂട്ടി കൊടുക്കണം. ഇന്നലെ ഉപയോഗിച്ച സാധനത്തെക്കാട്ടി ഡോസ് കൂട്ടി കൊടുത്താലേ എനിക്കൊന്ന് എണീച്ച് ഇങ്ങനെ നിൽക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല. കാരണം അങ്ങനെയാണ്. അത്രയും ദിവസത്തെ ബാലൻസ് ഉറക്കങ്ങൾ ബാക്കി ഒരുപാട് ഉറക്കങ്ങളുണ്ടായിരുന്നു. ആ ഉറക്കങ്ങൾ ഉറങ്ങി തീർക്കാൻ പറ്റില്ല. അങ്ങനെ ഡെയിലി ഉപയോഗക്കാരനായി ഞാൻ, ഡെയിലി യൂസിങ്ങുകാരനായി മാറിയാൻ. നമ്മൾ രാവിലെ നമ്മൾ മരുന്ന് കഴിക്കില്ല, ഫുഡിന് ശേഷം മരുന്ന്, അതുപോലെ രാവിലെ ഫുഡ് കഴിച്ചാൽ ഞാൻ അത് ഉപയോഗിക്കും, ഉച്ചക്ക് ഫുഡ് കഴിച്ചാൽ ഉപയോഗിക്കും. പിന്നെ ഇപ്പോഴത്തെ ഇതിൽ ഞാൻ പറയാം 22 വയസ്സ് വരെ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ഒരു വർഷമായിട്ട് ഞാൻ നിർത്തി, ഡയബറ്റീസ് സെൻറ്ററിൽ പോയിട്ട് നിർത്തും ചെയ്തു. പിന്നെ 23 വർഷമായി. ഈ 2 വർഷമാണ് ഞാനത് ഉപയോഗിച്ചിട്ടുള്ളൂ. 23 വർഷം ഇത് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഇനി ഒന്ന് മുന്നോട്ട് പോയിക്കൂടെ, അങ്ങനത്തെ ഒരു തിരിച്ചറിവ് എനിക്ക് തോന്നി. അങ്ങനെ നിർത്തിയാൽ ഇത് ഡയബറ്റീസ് സെൻറ്ററിൽ പോയിട്ടോ ഒരു ഫ്രണ്ട് ഉണ്ട് 6 പ്രാവശ്യം ഡയബറ്റീസ് സെൻറ്ററിൽ പോയി നിർത്തിയിട്ടില്ല. ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഡയബറ്റീസ് സെൻറ്ററിൽ പോയിട്ടോ അല്ലെങ്കിൽ പോലീസുകാരോ അല്ലെങ്കിൽ വീട്ടുകാരോ നാട്ടുകാരോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇത് അവനാൻ തിരിച്ചറിവ് പറഞ്ഞ സംഭവം ഉണ്ടെങ്കിൽ അവനാൻ ചിന്തിക്കണം. ഇത് എന്തിന്, ഇതുകൊണ്ട് എന്ത് നേടും? ഇതുകൊണ്ട് ഒരുപാട് നേടും. നാട്ടിൽ പദവിയും സ്ഥാനം കിട്ടും. MDMA
അങ്ങനെ ഒരുപാട് പേരുദോഷങ്ങൾ, ബന്ധങ്ങളൊക്കെ തെറ്റും. എനിക്ക് ആ ടൈമിൽ അറിയുമ്പോൾ എൻ്റെ ലാസ്റ്റ് ഘട്ടത്തെ ടൈമിൽ ഫസ്റ്റ് ടൈമൊക്കെ എനിക്ക് പൈസ എൻ്റെ ഫ്രണ്ട്സ് ആരോട് ചോദിച്ചാലും 1,00,000 രൂപ എനിക്ക് എൻ്റെ അക്കൗണ്ട് കിട്ടുന്നത്. ലാസ്റ്റ് പോയി 1000 പോയിട്ട് 100 രൂപ പോലും ഇട്ടില്ല. MDMA വാങ്ങാനല്ലേ എന്നുള്ള ആളായിട്ട്. അപ്പോൾ നമ്മളെന്ത് ബാക്കിയുള്ള ഉൾക്കൊണ്ടോ ഇല്ല എന്നല്ല, നമ്മളെ വീട്ടുകാർക്കും ഇതിന് വേണ്ടി ഇത്രയും കാലം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും എനിക്കും വേണ്ടി ജീവിച്ചു. അപ്പോൾ ഇനി ഇവിടുന്ന് എനിക്കും എൻ്റെ വീടിനും നാടിനും വേണ്ടി ജീവിക്കാൻ പോകുക. അപ്പോൾ ഇതൊക്കെ നിർത്തിയിട്ട് നാട്ടിൽ ഞാൻ അങ്ങനെയാണ്. നാട്ടിലൊക്കെ ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കി എടുത്ത് തന്നെ. ഇപ്പോൾ നാട്ടിലൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ അതൊക്കെ നിർത്തി നല്ല കുട്ടിയായി. ഞാൻ അങ്ങനെ തന്നെ പോകണമെന്നാണ് എനിക്ക് ആഗ്രഹം.